എന്റെ വർത്താനം ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലവര് അതിനു വേണ്ടിയിട്ട് അങ്ങനത്തവനാണ് ആളെ കിട്ടിയ കൊല്ലും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ രണ്ടാമത്തെ കുട്ടി ഡിഗ്രിക്ക് 2ാം കൊല്ലാണ്. അതിന് ചോക്കിനൊരു പഠിപ്പിച്ചിന് ഒരാൾ വരികയാണെങ്കിൽ ഞാൻ കല്യാണം ചെയ്ത് കൊടുക്കും. 100ക്ക് 100 മാർക്ക് വെച്ച് കൊടുക്കും. എല്ലാ ഇതിലും, മദ്രസയിലും സ്കൂളിലും കോളേജിലും എല്ലാം. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചിന് ഒരാളോ അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു കട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കും. ഇങ്ങനെ ഇതൊന്നും വലിയ സാധ്യതയുള്ള കച്ചവടമല്ല മനുഷ്യന്മാരെ. ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് കാണുമ്പോൾ ഇത് വലിയ കച്ചവടം തോന്നുന്നു. ഇതിനൊക്കെ ഒരു ഇടങ്ങാറ് ബുദ്ധിമുട്ട് കണ്ണിന്റെ പോലെ പിന്നെ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണ് പറഞ്ഞ് അവിടെ ആ നിർത്തം നിന്നു. രാത്രി 1:30 മണിക്ക് അന്ന് എൻ്റെ കുട്ടിക്ക് 6 മാസമാണ്. ഇപ്പൊ ആ കുട്ടിക്ക് 10 വയസ്സായി. കാണുമ്പോ കുഞ്ഞുകോയൊക്കെ നല്ല കച്ചവടമാണ് അറിയും. മറ്റൊന്നല്ല കച്ചവടം അറിയും. ഇതേ വിറ്റാലും വിറ്റില്ല. അതിപ്പോ എന്താ വെച്ചാല് കുറച്ച് കാണും ഈ ഏർപ്പാടൊക്കെ നടക്കുമ്പോ ഉണ്ടാവും. അതൊക്കെ ഇപ്പോഴും മേത്തുനിന്ന് നീങ്ങിയാല് കുറച്ചുകൂടി റായത്ത് കാര്യങ്ങളൊക്കെ ആവും. സന്തോഷത്തിലിരിക്കാം. അതിപ്പോ കൊടുക്കാനും കിട്ടാനൊക്കെ ഉണ്ടാവില്ല ഈ ഏർപ്പാട് ചെയ്യുമ്പോ. ഇനിയിപ്പോ നാളെ മറ്റന്നാ നോലുമ്പായി. അപ്പൊ ഇനി ആൾക്കാർക്ക് ഇനി പറയും നോലുമ്പ് ചെട്ടേ അറിയാം. അത് സാധാരണ പറയുന്ന കാര്യമാണ്. നോലുമ്പ് ചെട്ടേ അറിയാം. അവർക്ക് നോലുമ്പിനെ അവർക്ക് ബൈക്കിൽ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പൊ പറയും നോലുമ്പ് ചെട്ടേ അറിയാം. ഇതൊക്കെ സാധാരണ അല്ല. ഇനി വലിയ പെരുന്നാളിൽ ചെട്ടേ ആ ക്ഷീണത്തിലാണ്. അതിപ്പോ സാധാരണയാണ്. ഇതിപ്പോ എന്താ വെച്ചാല് പോത്തായ തോളാട്ടം പഠിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോ എങ്ങനെയും കെട്ടിമറിഞ്ഞ് നോകം തോളിൽ വെക്കും. ഒരാൾക്കൊരു വെച്ചില് 2 ആൾ കൂടിക്കാണെങ്കിൽ വെക്കും. അതാണ് പോത്തായാലും. ഈ ഏർപ്പാടിലേക്ക് ഇപ്പൊ ദിവസം എപ്പോഴാണെങ്കിലും ഇത് കുറ്റം കഴിഞ്ഞില്ല. അത് ഏറെ സമയം ഇതില്ല. ഇത് ഉണ്ടാവില്ല. ഏത് കൊടുത്താലും കുറ്റം. നല്ല ഇതിനിടയിൽ നല്ല വർത്താനം പറയുന്ന പോലും ഉണ്ട് കേട്ടോ. നല്ല വർത്താനം പറയുന്ന പോലും ഉണ്ട്. അതിപ്പോ എല്ലാം അങ്ങനെ തന്നെയല്ലേ. എന്താ ഞാൻ പറയണ്ടേ, എന്റെ തോത്ത് നിറച്ച് ഫുള്ള് പൈക്കളാ. ഹൈ ലെവല് പൈക്കള്. അത് 90,000 മുതല് 80, 75 വലിയ വെല്ലും ഉണ്ട്. 50 വരെ ഉണ്ട്. പിന്നെ 40 അങ്ങനെയുള്ള കന്നുകളൊക്കെ ഇവിടെയുണ്ട്. ഏത് ആവശ്യമുള്ളവര് വന്നോളി, അത് തരാം. അതിപ്പോ പറയുന്നത് അന്നാ മടങ്ങിപ്പോ ചോദിച്ചിട്ട് കൊടുത്തോളൂ. നിങ്ങൾക്കത്തോട് പല കാര്യങ്ങളും നടക്കണം. പിന്നെ കുട്ടികളെ മദ്രസ സ്കൂള് എല്ലാം കുടിയിലെ ചെലവ് തുണി എല്ലാം ഇത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ കിട്ടിയിട്ട് തന്നെ പറ്റുള്ളൂ. ഇതിന്റെ പേരാണ് നരിപ്പുള്ളി. ഓരോ പുള്ളി മനസ്സിലാക്കണം. ഇതിന്റെ പേരാണ് നരിപ്പുള്ളി. ആ പോണതാണ് പിന്നെ ഇടവെട്ട് എച്ചപ്പ് പെട്ട വൈകിട്ട്. അതാ വെള്ളം കുടിച്ചാ വൈകിട്ട് പറഞ്ഞില്ലേ. അങ്ങനെ ഓരോ സാധനത്തിന്റെ പേരുകള്. അപ്പൊ അത് ഒറിജിനലല്ല. ഒറിജിനല് എച്ചപ്പ് തോത്തിലുണ്ട്. തോൽബരി ഒരു 11 മണി 12 മണി വരെ ഇവിടെയൊക്കെ നിൽക്കും. പിന്നെ കൂടി പോവും. എല്ലാവരും പിന്നെ നൂൽബറൊക്കെ നേരത്തെ സാധനങ്ങളും കാര്യത്തൊക്കെ വാങ്ങിക്കൊണ്ടേക്കാണ്ട് കൊടുക്കും. ഇവിടെ വെയിലുകൊണ്ടിക്കാണ്ടൊന്നും നൂൽബിന് കൊടുക്കാൻ കഴിച്ചില്ല. നൂൽബ് ഉള്ളവനും ഇല്ലാത്തവനും നിൽക്കാൻ കഴിച്ചില്ല. ഒരു പരിധി വരെ 11:30 12 മണിയാകുമ്പോഴൊക്കെ വരിയിലാണ്. കച്ചവടത്തിന്റെ അവസ്ഥ ഒരു മര്യാദ കച്ചവടമൊക്കെ ഉണ്ടാവും. ഇറച്ചിക്കന്നിന് മര്യാദ കച്ചവടമൊക്കെ ഉണ്ടാവും. ഞാൻ ഈ കന്നുവെച്ചെടുത്തിട്ട് 50 കൊല്ലത്തിന് മേലെ. അതന്നെ ഇതല്ലാത്ത വേറെ ബിസിനസ് അറിയില്ല. അതന്നെ 50 കൊല്ലത്തിന്റെ മേലെ ഇരുന്നു. അതിനുള്ള എല്ലാ ഇതും എനിക്ക് അറിയാം. ഒരു എണ്ണ അറുത്ത തോലിച്ചറിയും, ആടറുത്ത തോലിച്ചാനറിയും, പൈക്കളെ കറക്കാനറിയും, പൈക്കളെ മറുകൊടുക്കാനറിയും. ഒരു പജ്ജ് പെറ്റ അതിന്റെ മറുകൊടുക്കാൻ ഡോക്ടറെ ഇല്ലെങ്കിൽ ഞാൻ എടുക്കും. പക്ഷെ ഞാൻ കൊടുത്തിനെ എടുത്തു കൊടുക്കുള്ളൂ. വേറെ നാട്ടുകാരിനൊക്കെ എടുത്തു കൊടുക്കൂല. എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും പല സ്ഥലത്തും വെച്ച് തിരിച്ചറിയുന്നു. എനിക്ക് സംശയമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പോയി വരുന്ന സ്ഥലത്തുനിന്നും ഇപ്പൊ വളാഞ്ചേരിന്ന് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ആൾക്കാർ ഹോട്ടൽക്കാരെ ചോദിച്ചു. അപ്പൊ വെറുതെ പറയുന്നതല്ല. ഞങ്ങള് എവിടെയുള്ള ചട്ടിപ്പറമ്പിലുള്ള വെച്ചാൽ ഞങ്ങളെ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കലാണ്. കുറച്ച് ദിവസം ഞാൻ ആശുപത്രിയിൽ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളെ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കലാന്നൊക്കെ ഇവിടെ അയാൾ പറഞ്ഞു. എല്ലാ ബൈക്കുകളും ബുക്കലുണ്ട്. ഇന്ന ബൈക്കുകളൊന്നുമില്ല, എല്ലാ ബൈക്കുകളും ബുക്കലുണ്ട്. നമ്മളടുത്ത് പല കന്നുണ്ട്. അത് പിന്നെ ആൾക്കനുസരിച്ച് കായിനനുസരിച്ചൊക്കെയാണ് ഇത് കൊടുത്തി. പിന്നിപ്പോ ഇത് എങ്ങനെയാന്ന് വെച്ചത് നനത്തോട്ടാണ്. നന തെറ്റിയ തോട്ടം പാടുതന്നെ ചെയ്യും. നനച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അതതിന്റെ നേരത്തിന് വെള്ളം നണീനും കൊടുക്കണം. നേരത്തിന് കറക്കണം. പിന്നെ നേരം പോലത്തെ വൈകുന്നേരം ഓളം ഒരു പജ്ജിന് വാരിട്ട് കൊടുക്കാനും പറ്റൂല. നമ്മൾ രാവിലെ കറവ് കഴിഞ്ഞിട്ട് 2 അന്ന് പുല്ല് വൈക്കോലോട്ട് കൊടുക്കുക. അത് തിന്നിട്ട് അവിടെ കറന്നിട്ട് അത് അയെടുക്കണം. അത് അയെടുത്താലേ ആ പൈക്കൊക്കെ പാല് കൂടി വരുള്ളൂ. മറ്റേത് 24 മണിക്കൂർ നമ്മളൊരു പജ്ജിന്റെ മുന്നേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അയടക്ക വഴി കിട്ടൂല, തിന്നാനേ വഴി കിട്ടുള്ളൂ. അപ്പൊ ആദ്യം തിന്നത് അവിടെ അങ്ങനെ കിടക്കും. അപ്പൊ പാൽമ വരില്ല.
അതാണ് പറയുന്നത്. അപ്പൊ രാവിലെ 2 ലിറ്റർ കൊടുക്കുക, ഉച്ചന് 2 ലിറ്റർ കൊടുക്കുക, നല്ല കിണറ്റിൽ വെള്ളം കൊടുക്കുക, ഒരു നേരം പച്ചവെള്ളം വെച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് കന്നിന്റെ ചിട്ട. എന്റെ വാപ്പ അതിനെ എനിക്ക് സ്വപ്നത്തിലേ അറിയുള്ളൂ, ഒരു കിനാവിന്റെ മാതിരി അറിയുള്ളൂ. അന്നത്തെ കാലത്ത് ഞങ്ങൾ 6 മക്കളുണ്ട്, ഒരു ഗതിയില്ല, ഒരു വജ്ജുമില്ല. ചില മക്ക എന്തെങ്കിലും കൊടുത്തിട്ട് എത്തി മക്ക എന്നുള്ള ഒരു നില വെച്ചിട്ട് ആരെയും കൊടുക്കുന്നത്. അതുകൊണ്ട് 25 പൈസക്ക് ഈ പുല്ലേരിക്കാണ് വളർന്ന ആളെയാണ് ഇതേ. അങ്ങനെ ഓരോരുത്തരുടെ കൂടെ നടന്നു പഠിച്ച് ഉണ്ടാക്കിയത്. ചെറുപ്പം മുതൽക്കിന് ഇത് പഠിച്ചു. ആടറുത്തുകാണ്ട് ഇറച്ചിക്കൊട്ടയേറ്റിക്കാണ്ട് എളാപ്പാൻ്റെ കൂടെ നടന്നിക്കാണ്ട് ഇതൊക്കെ കണ്ണും വീഴ്ത്തൊക്കെ മൂപ്പര് കാണിച്ചെന്നു പഠിച്ചു. അങ്ങനെ പല ആൾക്കാരെ അറിയപ്പെട്ടു. അങ്ങനെ ആയിട്ട് നമ്മൾ ഓരോ ആടുകുട്ടി വായിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുനടന്ന് കച്ചവടം നടത്തി. ആദ്യം കോഴിക്കുട്ടിമ നടത്തി, അത് കഴിഞ്ഞ് പിന്നെ ആടുകുട്ടിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ മൂരുകുട്ടികളെ വാങ്ങൽ നടത്തി. മാണിയംകുളത്തുനിന്ന് 300 രൂപയ്ക്കൊക്കെ മൂരുകുട്ടിയെ കണ്ട് ഏറ്റി പോയി നാളെയാണ് തൊഴിൽ വെച്ച് കണ്ട്. അത്രയും ചെറുപ്പത്തിൽ തൊടുത്തിയതാ. 300 രൂപയ്ക്ക് ഒരു മൂരുകുട്ടി ഇട്ട ഏത് കാലത്താന്നുള്ളത് ഇപ്പോൾ 50 അപ്പുറ. അത് തോളിൽ വെച്ച് ഡേറ്റ് അന്ന് വണ്ടിയിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതിങ്ങനെ തോളിൽ വെച്ച് ഏറ്റി കൊണ്ടുവരിക, നടന്ന് ആഴ്ച വാങ്ങിയ വെള്ളിയാഴ്ച ഉച്ചക്കെ കുടിയിലെത്തുള്ളൂ. ഏറ്റിക്കൊണ്ട് ചടക്കുമ്പോടെ വെക്കുക, പിന്നെ ഏറ്റുക. അപ്പോൾ നിങ്ങൾ മൂത്രം ഒഴിച്ചു, അപ്പോൾ തൊള്ളിക്ക് പോകുക, അപ്പോൾ അവിടെ വെക്കുക. അങ്ങനെയൊക്കെ നടന്ന് പോകുന്ന കച്ചവടമാണ് ഇതൊക്കെ. അങ്ങനെ ഇത് എല്ലാ വിക്കർസും പഠിച്ചു. ഇങ്ങനെ വിക്കർസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു പജ്ജിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഗർഭപാത്രം വരുന്ന ഒരു പജ്ജാണെന്ന് അവിടെ അകലത്ത് വെച്ച് മനസ്സിലാവും. ഒരു എരുമ്പക്ക് ഗർഭപാത്രം പുറത്ത് ചാടുകയാണെങ്കിൽ അവിടെ നോക്കി വെച്ച് മനസ്സിലാവും. അതാണ് അതിൻ്റെ അത് നമുക്ക് ഒറ്റയടിക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. ആടറുത്ത് ഇറച്ചി കച്ചവടം ചെയ്തേക്കുന്നു, പോത്തിനറുത്ത് പഠിച്ചേക്കുന്നു, അറുത്ത് തോലിച്ചാൻ പഠിച്ചേക്കുന്നു. അങ്ങനെ ഇതിന്മല്ല എല്ലാ വിക്രസും പഠിച്ചു. അങ്ങനെ ചെറുപ്പം മുതൽക്ക് ഇങ്ങനെ നടന്നിങ്ങനെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് ഇതായിക്കാണ്ട് ഇപ്പൊ വയസ്സായില്ലേ, വെക്കണമാരി ഇങ്ങനെ കൊണ്ടുപോവാ. പറ്റട വെച്ചാൽ തോന്നുമ്പോ അപ്പടെ ഒഴിവാക്കുക. ഇച്ചിഞ്ചി 3 ആളുണ്ട്, 2 പെണ്ണും ഒരാളും. ഒരാൾ മരണപ്പെട്ടു. ഈ ഒരു ചെറുക്കനും 2 പെണ്ണും കെട്ടിച്ച് കുട്ടികളെ കെട്ടിച്ചേക്കും. ചെറുക്കൻ വന്നിട്ട് അവന് കുട്ടികളും മക്കളൊക്കെ ആയി. ഈ ചെറിയ പേരൊക്കെ അവന് അത്യാവശ്യം ഉണ്ടായി കൊടുത്തിരുന്നു. പിന്നെ നമ്മളെ മരിച്ച കുട്ടിയൊക്കെ 4 കുട്ടികളുണ്ട്. അവൻ നമ്മളെ കൂടെ ചെയ്യും. അവൻ മരിച്ചു. അപ്പോൾ അവന് അവരെ കുട്ടികളപ്പം നമുക്ക് പഠിപ്പിച്ച് നോക്കുകയൊക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടപ്പം ഞാൻ നടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഒരാളെ ഡിഗ്രിക്ക് പഠിച്ചാണ് പെണ്ണ്, 2ാം കൊല്ലാണ്. ചെറുക്കപ്പോൾ ഒരു കമ്പനിക്കാർ കൊണ്ടുപോയിക്കും. കുഴപ്പമൊന്നുമില്ല. നമുക്ക് പൈസക്ക് ചിലവൊന്നും ഇല്ലാതെ പോലും കൊണ്ടുപോയതാണ്. കമ്പനി നേരിട്ടുണ്ടായതാണ്. പേരക്കുട്ടി മകൻ ഞാൻ ഇവിടുന്ന് ചന്തേജ് പോയതേ. ഇവിടുന്ന് ചട്ടിപ്പറമ്പ് ചന്തേജ് വീട്ടിൽ പോയി. ഞങ്ങളവിടെ തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാത്രി 10 മണിക്ക് വണ്ടിയൊക്കെ റെഡിയാക്കാണ്ട് ഡ്രൈവറെ വിളിച്ചിക്കാണ്ടൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് കുറച്ച് കന്നുകൾ ഇവിടെ ബാലൻസ് ഉണ്ട്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ഇവിടെ കന്നുകളോട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇപ്പം അവൻ്റെ കീപ്പിട്ടുള്ളവൻ പറഞ്ഞു 10-15 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പോകണ്ടടാ, അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നതാ. രാത്രി 1:30 മണിക്ക് ആള് മരിച്ചു. അത് അങ്ങനെ പറഞ്ഞ് അവിടെ ആ നിർത്തം നിന്നു. രാത്രി 1:30 മണിക്ക്. അന്ന് അവൻ്റെ കുട്ടിക്ക് 6 മാസമാണ്. ഇപ്പം ആ കുട്ടിക്ക് 10 വയസ്സായി. 9 വയസ്സായി, 10 വയസ്സായി. 9 കൊല്ലമായി ഓൻ മരിച്ചിട്ട്. ഓനെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ തന്നെ. നമ്മളിലേറൊക്കെ എല്ലാം കൊണ്ട് മനസ്സിനായിട്ട് പെരുമാറാനും ഇതിനൊക്കെ പറ്റിയ ആളെ എല്ലാവരും അറിയുന്ന ആളാണ്. പേര് സലീം. എല്ലാവരും അറിയപ്പെടുന്ന ആളായി. അവന് 4 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളെ ഒരുത്തി, അവൻ്റെ 2ാമത്തെ കുട്ടി ഡിഗ്രിക്ക് 2ാം കൊല്ലാണ്. അതിന് ചോക്കിനൊരു പഠിപ്പിച്ചിന് ഒരാൾ വരികയാണെങ്കിൽ ഞാൻ കല്യാണം ചെയ്ത് കൊടുക്കും. 100ക്ക് 100 മാർക്ക് പഠിച്ച കുട്ടി. 100ക്ക് 100 മാർക്ക് എല്ലാ ഇതിലും, മദ്രസയിലും സ്കൂളിലും കോളേജിലും എല്ലാം 100ക്ക് 100 മാർക്ക് പഠിച്ചു. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചിരുന്ന ഒരാളോ അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു ഘട്ടം ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കും. രസമൊന്നുമില്ല. കുട്ടികളിപ്പോ നല്ല പഠിപ്പിലാണ്. ഇപ്പം നമുക്ക് പോകാൻ സന്ദർഭമൊന്നുമില്ല. അപ്പം നമുക്ക് പറ്റിയൊരു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. അതന്നെ. നമുക്ക് കുറേ മുതലും വേറുള്ളൂ. അല്ല, ഒരു മനുഷ്യ സ്വഭാവം മനുഷ്യത്വമൊക്കെ ഉള്ള ആൾക്കാർക്ക്, പറ്റുന്ന ആൾക്കാർ കുട്ടിനെ പഠിപ്പിച്ചെന്നൊക്കെ പെണ്ണുപോലുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും.
എന്റെ വർത്താനം ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലവര് അതിനു വേണ്ടിയിട്ട് അങ്ങനത്തവനാണ് ആളെ കിട്ടിയ കൊല്ലുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ആയിരക്കണക്കിലുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ പേര് പറഞ്ഞൊന്നുമില്ലല്ലോ, ഇതൊക്കെ പല സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരണം. അതിൽ നല്ലതും ഉണ്ടാവും ആകാത്തതും ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരുത്തം കുടുങ്ങിക്കൂടി പറഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി മറിച്ച് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇതേ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സ്ഥിരം നമ്മളൊരു പെരിയുന്ന ഒരു പജ്ജ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ അളവും നമുക്കറിയാം. ഇത് നമ്മൾ പോവുക, ഒരു രാത്രി കൊണ്ട് വാങ്ങുക, പിറ്റേന്ന് ഇവിടെ വന്ന് നിൽക്കുക, അതേ നമുക്ക് അറിയുള്ളൂ. അതിൽ നല്ലതുണ്ടോ ആകാത്തതുണ്ടോ, പിന്നെ വല്ലാതെ ആരെയും കൂടി അറിയാൻ മാറ്റി മറിച്ച് കൊടുക്കുക. അല്ല അതിപ്പോ എന്താ വെച്ചാല് കുറച്ച് കടവ് ഈ ഏർപ്പാടൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവും. അതൊക്കെ ഇപ്പോഴും മേത്തുനിന്ന് നീങ്ങിയാൽ കുറച്ചുകൂടി റായത്ത് കാര്യങ്ങളൊക്കെ ആവും, സന്തോഷത്തിലിരിക്കാം. അതിപ്പോ കൊടുക്കാനും കിട്ടാനൊക്കെ ഉണ്ടാവില്ല ഈ ഏർപ്പാട് ചെയ്യുമ്പോൾ, അതൊക്കെ തരാനും ഉണ്ടാവും. ഒരാഴ്ചയിൽ വണ്ടി പൈസ കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കൊണ്ടുപോയി പിന്നെ വല്ല തുമ്പും പാലൊന്നും കിട്ടില്ല. അപ്പൊ അതിനങ്ങനെ കുറച്ച് ആൾക്കാർ സൗദിയിൽ പോയവരുണ്ട്, കുറെ ആൾക്കാർ ഇവിടെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നവരുണ്ട്. അതൊക്കെ ഏതെങ്കിലും കാലത്ത് വന്നു വെച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിയെടുത്തൊക്കെ നമ്മൾ പോലെ കൊടുക്കണ്ടേ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ സ്വയം ഈ വാങ്ങിപ്പൊടി. ഇതൊക്കെ ഇപ്പൊ തോൽപ്പിച്ചാൽ പറപ്പഴി വലിയ സംഖ്യ തോൽപ്പിച്ചേ. ഏതേ ശരി, അതൊന്നും നിലനിർത്താൻ കഴിയൂല. ഒരാള് വന്നിട്ടേ ആ ആൾക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നൂൽമ്പ് വിൽക്കുന്ന മനസ്സിലാണെങ്കിൽ പ്രത്യേകത കൊടുക്കും. അതെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നല്ല കാര്യത്തിന് നമ്മളിപ്പോൾ ഈ മാസത്തിൽ ചെയ്താൽ നല്ല കാര്യമാണ്, യാതൊരു സംശയമില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇടപാട്. ഇപ്പോൾ ചിലവർ പറയും പെറ്റിട്ട് മറു പോയിട്ടില്ല, ചാടിയിട്ടില്ല, കാക്ക എന്താ കാട്ടണമെന്ന് ചോദിച്ചു. ചിലവർ പറയും കാക്ക പജ്ജ് ചവിട്ടാണല്ലോ പറയും, അതിന് നമ്മൾ സമാധാനം പറയണം. ചിലവർ പറയും കാക്ക ഇന്നലെ ഞങ്ങൾ പജ്ജ് വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഇറക്കിയപ്പോൾ ചാടിയപ്പോൾ കാല് ചതുക്കുകയാണ്, അതിനെന്താ മരുന്നെന്ന് ചോദിച്ചു. ഇതിനൊക്കെ നമ്മൾ മറന്നു കൊടുക്കണം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വർത്താനം പറയാൻ എല്ലാം കൂടി ഒക്കൂലപ്പത്. ഇപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു മരുന്ന് തന്ന ആഴ്ച കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് വരിയെന്ന് പറയാലോ, എന്താ മാതിരിയുള്ളൊരു പറച്ചിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇതിന് ഏർപ്പാട്. ചില വലിയ നേട്ടം നേടിയവരുണ്ട്, ചിലർക്ക് 10 പൈസക്ക് വെച്ച് പോയവരും ഉണ്ട്. അത് നിലനിർത്തല് ഒരാൾ ഈ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ ഇത് പല സ്ഥലത്തുനിന്നും പല നാട്ടിൽ നിന്നും പല ആൾക്കാരും കൈകാര്യം ചെയ്യണ പോല നമ്മൾ കൈകാര്യം ചെയ്യില്ല. നമ്മളൊരു മണിക്കൂർ പോയിട്ട് മേടിച്ചാണ്, ഒരു മണിക്കൂർ ഞങ്ങൾ പോകണ ചന്തയിൽ സമയം കിട്ടുള്ളൂ. അവിടുന്ന് മേടിച്ച വണ്ടി കയറ്റി അവിടെ കൊണ്ടുവരാൻ വെക്കുക. അത് ചിലത് ലാഭം കിട്ടും, ചിലത് ഛേദം വരും, ചിലത് വണ്ടി കടന്ന് ചവിട്ടി പൊട്ടിച്ച് കജ്ജും കാലൊക്കെ മുറി, അപ്പോൾ പൗതിയിലാറൊക്കെ ആയി ഛേദം വരും. ഇങ്ങനെ ഇതൊന്നും വലിയ ശാശ്വതമുള്ള കച്ചവടമല്ല മനുഷ്യന്മാരെ. ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് കാണുമ്പോൾ ഇത് വലിയ കച്ചവടം തോന്നുന്നു. ഇതിനൊക്കെ ഒരു ഇടങ്ങാറ് ബുദ്ധിമുട്ട്, കണ്ണിന്റെ പോളവിന് ചെയ്യുമ്പോൾ പറ്റില്ല. ഇപ്പൊ നമ്മൾ ചന്തക്ക് പോകാന്ന് വെച്ചാൽ ഇവിടുന്ന് 5 മണിക്ക് കയറിയരാന്ന്, പിറ്റേന്ന് രാവിലെ 5 മണിക്കാണ് അവിടെ എത്തുന്നത്. ഒരു മണിക്കൂർ നടന്ന് വാങ്ങിയിട്ട് രണ്ടാമത് വണ്ടിയിലോട്ട് പോരുക. ഇരുന്ന് പാത്താൻ കഴിയൂല അവന് ഊരടച്ചിട്ട്. ഒത്തിരി ഇടങ്ങാറ് പിടിച്ചിട്ടുള്ള ഇടപാടാണിത്. കാണുന്നവർക്ക് ഇപ്പൊ ഇത് വലിയ ആനത്തല്ലേ, കുറ്റം പറയാൻ എളുപ്പമുണ്ട്. ആ കൊണ്ടുവരുന്നവരെ ഏതാവ് എന്താന്നുള്ളത് പോയി വരുന്നവർക്ക് അറിയില്ല. ഇതിപ്പോ നമുക്ക് ഇത് അറിയുന്ന അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. ഞാൻ ചെറുപ്പം മുതൽക്ക് മര അല്ലെങ്കിൽ ചാടിയിട്ട് പിന്നെ ഇതല്ലാത്തൊരു ഏർപ്പാടെ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഇതിമത്തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോ എല്ലാരും കൂടി ഇട്ട നേരാക്കി അത് കഴിച്ചൂല, ആരെ കൊണ്ടും കഴിച്ചൂല. അപ്പൊ ഇതൊരു നൊര വാരി പിടിച്ച മാതിരി എന്ന് 10-500 കിട്ടിയാൽ കുറച്ച് കഴിയുമ്പോൾ കാണൂല. ഇതിലെന്താ വെച്ചാൽ നമ്മൾ ബന്ധുക്കാരെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് കൂടാൻ പറ്റൂല. അപ്പൊ പിന്നെ 2 വട്ടം 3 വട്ടം പറഞ്ഞാൽ പിന്നെ ഒരു പറച്ചിൽ നിർത്തി. അപ്പൊ നമ്മൾ ചന്തിയിലോ പൊന്തിയിലോ ഇക്കാരം, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമൊക്കെ കല്യാണോ തക്കാരൊക്കെ ഉണ്ടാകുക. അതിൽ ഒന്നിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ചിലവര് ചില ആളിയന്മാര് പറയാം ഓന് ഒഴിവിട്ടേറ്റിക്കാര് പറയും, ചിലവര് പറയും ഓന അങ്ങനത്തോനാണ് ഇങ്ങനത്തോനെന്ന് പറയും, ചിലവര് നന്മ പറയുന്ന പോലും ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ എവിടെ എന്തൊരു കാര്യം ഉണ്ട് വെച്ചാൽ നമുക്ക് ആ കാര്യത്തിൽ ചിലപ്പോ പറ്റിക്കോളൊന്നുമില്ല. ഈ ഇടപാടാണ് നമ്മളെ മക്കളോടെ 2 പെൺമക്കളുണ്ട്, ഓരോ പേരാൾക്ക് തന്നെ ഒരു കൊല്ലം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ പരിപാടി ഉണ്ടാകുമ്പോൾ പോവല്ലാണ്ടിട്ട് പോലില്ല, അറിയില്ല. പേരക്കുട്ടികളെ കാണി പോലും കിട്ടു വരാം, നമ്മൾ അങ്ങോട്ട് പോയാൽ നമുക്ക് പോയി കിട്ടൂല. ഇങ്ങനെയൊക്കെയാണ് ഈ കന്നച്ചവടത്തിന് സമ്പ്രദായം. ചില ആൾക്കാർ ഇതിട്ട് ആദ്യം കൂട്ടാച്ചിട്ട് അടിച്ചു. ഏക്കറ കണക്കിൽ സ്ഥലം വിറ്റിക്കാണ്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ മറ്റേ ആറടിച്ച് പൊട്ടിപ്പോ വാതിൽക്ക് കുത്തിരിക്ക. ഈ ഏർപ്പാടാണ് കാണുമ്പോ കുഞ്ഞുപോയൊക്കെ നല്ല കച്ചവടമാണ് അറിയും, മറ്റൊന്നല്ല കച്ചവടം അറിയും. ഇതേ
വിറ്റാലും വിറ്റിട്ടില്ലാച്ചാലും പോക്കതിന് വെള്ളം കാട്ടണം. കൂലിക്കാരുണ്ടെങ്കിൽ ഓൽക്ക് കൈ കൊടുക്കണം. എപ്പോഴേലും ഒരു പജ്ജോ കാളയെ വിറ്റിട്ടേ അത് നടത്താനൊന്നും കഴിയൂലപ്പ. പിന്നെ ഇവന്റെ ടൈമും സമയമൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ കച്ചവടം ഇങ്ങനെ കൂടുതൽ നടക്കുകയാണെങ്കിലൊക്കെ നിലനിർത്താം, അല്ലെങ്കിൽ കഴിയൂല. ഇതെന്താ നിങ്ങൾക്ക് നിർത്തി കൂടിയെന്ന് ചോദിച്ചു. അത് ചോദ്യമാണോ? നിർത്തിയെന്ന് പറഞ്ഞപ്പോ ഇതല്ലാതെ വരാത്തവർക്ക് നിർത്താട്ടെ. പുതിയ കച്ചവടക്കാരോട് പറയാനുള്ളത്, കച്ചവടത്തോളം പോലും ഈ ഏർപ്പാടല്ലാത്ത ഏർപ്പാട് ചെയ്താ തിരക്കടില്ല. ചിന്ത ചെയ്യുമ്പോ ഞാൻ പറയണ്ടെന്നാല് അത് ഇയാളെ കച്ചവടം കുറച്ചിട്ട് പറയണ അറിയില്ലേ. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ എന്നോട് ഞാൻ പറയണേ, കാക്കാരോട് ഈ കച്ചവടം ചെയ്യണ്ട, ഇത് നല്ലൊരു കച്ചവടമല്ല എന്ന് പറഞ്ഞാൽ ഇത് മനസ്സ് കൂടുന്നിടത്ത് കൂടാൻ പറ്റൂല. ഇത് എന്താന്ന് വെച്ചാല്